ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. ധ്യാൻ ശ്രീനിവാസൻ ഇതിനോടകം തന്നെ വീക്ക്ലി സ്റ്റാർ എന്നും ബോംബ് സ്റ്റാർ എന്നും അതുപോലെ തന്നെ ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെട്ട് കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് 10-21 സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷമാണ് അങ്ങേരുടെ യഥാർത്ഥ പ്രൊജക്ടുകളിലേക്ക് കിടക്കുള്ളൂ. പക്ഷെ ഈ ഒരു സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ സിനിമകളിലൊക്കെ ആകെ അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ ഡയറക്ടറുടെ പേര് എന്ന് പറയുന്നത് വിൻഡേഷ് എന്ന് പറയുന്ന ഒരാളാണ്. ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോന്നും അറിയില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ജോണി ആന്റണി വരുന്നുണ്ട്, മുകേഷ് വരുന്നുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്. അത് ഈ ധ്യാൻ ശ്രീനിവാസനും മുകേഷ് എന്ന് പറയുന്നതും തഗ് ഡയലോഗുകളുടെ ആശാന്മാരാണ്. സോ അവർ രണ്ടുപേരും വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല അതുപോലത്തെ കൗണ്ടർ ഡയലോഗുകളുടെയും തഗ്ഗുകളുടെ ഒക്കെ ഒരു ഘോര നിര തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും വന്നിട്ടുള്ളത് കോമഡിയുടെ ആശാന്മാരാണ്. അതിൽ ആ ട്രെയിലറിൽ കണ്ടിട്ടുള്ള 2-3 കോമഡികൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച് ആക്ച്വലി വർക്ക് ആയതുള്ളൂ. പിന്നെ ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ നായികയായിട്ട് വന്നിട്ടുള്ള പാർവതി നായരോട് ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന 1-2 ഡയലോഗുകൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ഏട്ടന്റെ കാര്യത്തിൽ ഭയങ്കര റിലേറ്റ് ആയതുകൊണ്ട് ആ ഒരു 1-2 സീനിൽ ഞാൻ വളരെ അധികം ഇരുന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമയിൽ തീം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കേരളത്തിലും കർണാടകയിലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് അവർ ഇൻസ്പയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു തീമാണ്. അത് അത്യാവശ്യം നല്ല തീം തന്നെയാണ്. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് അത് വൻ ശോകമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നതിന് പകരം പൂത്തിരി സിന്ദഗി എന്നോ കമ്പിത്തിരി സിന്ദഗി എന്നൊക്കെ പറയായിരുന്നു ഈ ഒരു പടത്തിന് ഏറ്റവും നല്ലൊരു സംഭവം എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു രക്ഷയില്ലാത്ത ഒരു സാധനം, ഒരു തിരക്കഥയും ഒട്ടും ചേരാതെ മുഴച്ചു നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചില സിനിമകൾ കണ്ടിട്ടില്ലേ, ഒരു ആവറേജ് സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ ആവറേജ് തിരക്കഥയാണെങ്കിൽ കൂടിയും ആ ഒരു സിനിമയുടെ മൈലേജ് കൂട്ടുന്ന ആ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും. ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ ശോകമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, തീം നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതി ഭയങ്കര ശോകമായിരുന്നു. അതുപോലെ എനിക്ക് പെർഫോമൻസിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളത് ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ കയറായിട്ട് വന്നിട്ടുള്ള പാർവതി നായരുടെ ആ ഒരു ക്യാരക്ടറാണ്. വലിയ കുഴപ്പമില്ല. ആകെ ഒരു 4-5-6 സീൻ ഉണ്ടാവും. അത് അത്യാവശ്യം നല്ല രീതിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മുകേഷിനൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസൻ ആക്ഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ആണ്. അത് ഈ സിനിമയ്ക്കകത്ത് നായിക പറയുന്നുണ്ട്, 10-17 കിലോ ഓവറാണ്, നീ തടി കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ശരീരം വെച്ചിട്ട് ആള് ആക്ഷൻ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ആ ഒത്ത കാടിന്റെ നടുക്ക് ഇങ്ങേർക്ക് മാത്രം ഇവിടെ നിന്ന് സൈലൻസർ കിട്ടി എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ലോജിക്കോ നോക്കാൻ വയ്യ. എന്നാൽ പടത്തിൽ വല്ലതും ഉണ്ടോ വെച്ചാൽ അതുമില്ല. എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂത്തിരി സിന്ദഗി എന്നോ കമ്പിത്തിരി സിന്ദഗി എന്നൊക്കെ പറയാവുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇതെന്റെ തികച്ചും പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ തന്നെ ഞാൻ പോയ ആ ഒരു ഷോയ്ക്ക് ഒരു 10-ൽ താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. 15-ാം തീയതി എന്തായാലും നിറയെ പടങ്ങളുള്ളത് കൊണ്ട് ഈ പടം അതിജീവിക്കാൻ വളരെ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പടത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ വ്യക്തമാക്കുക. ഇല്ലാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക നല്ലതാണ് ചീത്തയാണോ, അല്ലെങ്കിൽ OTT വന്നതിന് ശേഷം കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.